കാലവർഷം ശക്തമായി ജില്ലയിൽ കനത്ത മഴ തുടരുന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും തേക്കടി വനമേഖലയിലും ശക്തമായ മഴ ലഭിച്ചതോടുകൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്ന് 130.45 അടിയായി രേഖപ്പെടുത്തി. തിങ്കളാഴ്ച 128.15 അടിയായിരുന്ന ജലനിരപ്പ് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി 130.25 അടിയിൽ എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയം 123.35 അടിയായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ്. സെക്കൻഡിൽ 5339 ഘനയടി ജലം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ 1311 ഘനയടി ജലമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് 33.8 മില്ലിലിറ്ററും തേക്കടി വനമേഖലയിൽ 22.4 മില്ലിലിറ്ററും മഴ ലഭിച്ചതോടെയാണ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത്. 142 അടി പരമാവധി സംഭരണശേഷി നിശ്ചയിച്ചിരിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലെത്തുമ്പോഴാണ് തമിഴ്നാട് ആദ്യ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.